ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഡിസംബർ 11, അതായത് നാളെ സൂര്യോദയത്തോടെ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അത്യപൂർവ നേട്ടങ്ങളാണ്. നാളെയാണ് ഗുരുവായൂർ ഏകാദശി. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറെ പ്രത്യേകതകൾ ഉള്ള ദിവസമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്കായി ഭക്തർ നോക്കുന്ന ഏകാദശി വ്രതത്തിന് കൃത്യമായ ചിട്ടകളുമുണ്ട്. ജ്യോതിഷപ്രകാരം പല പ്രത്യേകതകളും ഏകാദശി വ്രതത്തിനുണ്ട്. ചില നാളുകാർക്ക് ഈ വ്രതം വിശേഷപ്പെട്ട ഫലങ്ങളാണ് സമ്മാനിക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ നല്ല ഫലങ്ങൾ ഏകാദശിയോടനുബന്ധിച്ച് വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്ര ജാതകർക്ക് ഈ ഗുരുവായൂർ ഏകാദശി നാളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ വളരെയധികം സൗഭാഗ്യം വന്നു ചേരും. ഇവരുടെ ജീവിതത്തിലെ ആരും തുണയില്ലാത്ത ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്ന സമയമാണ് വന്നു ചേരുന്നത്. അതായത് ഏകാദശിയോടെ നല്ല കാലം ഇവർക്ക് വന്നു ചേരും. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകുന്നതാണ്. ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും സാധിക്കുന്നതാണ്. നീതിയുക്തമായ തീരുമാനവും പ്രവർത്തനങ്ങളെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശനിയുടെ സ്ഥാനം സഹോദര ഭാഗ്യം, രോഗശാന്തി, ധനനേട്ടം എന്നിവ സമ്മാനിക്കും. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ആവശ്യമില്ലാത്ത ചില ശത്രുക്കളെ ക്ഷണിച്ചു വരുന്നതാണ്. സ്വത്ത് കേസുകളിൽ നിങ്ങൾക്ക് വിജയം ഭവിക്കുന്നതാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ തൊഴിലവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പുതിയ ഭൂമി വാങ്ങുകയും അതിൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. ധനലാഭം, പുതുവസ്ത്രം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുവാനുള്ള സാഹചര്യമുണ്ടാകും. പ്രേമവിജയം, ഐശ്വര്യം, അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരുന്നതാണ്. അശ്വതി, മകം, മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ഗണേശ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വ്രതം അനുഷ്ഠിച്ച് നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യമാണ് ഇനി വന്നു ചേരുക. നിങ്ങൾ നേടണം എന്ന് കരുതി ആഗ്രഹിച്ചിറങ്ങിയിട്ട് നേടാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ ഏകാദശി നോറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവിധ ദോഷദുരിതങ്ങളും മാറി ഈശ്വര അനുഗ്രഹത്താൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. കർമ്മസംബന്ധമായി വളരെയധികം പുരോഗതി ദൃശ്യമാകും. വിദേശവാസം, അതുമല്ലെങ്കിൽ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സഫലീകരിക്കപ്പെടുന്നതാണ്. ബിസിനസ്സിൽ ഇടപെടുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ സഹോദര സ്ഥാനത്ത് നിന്നും ധാരാളം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി പത്രം ലഭിക്കുന്നതാണ്. ശത്രുനാശം, കാര്യവിജയം, നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം എന്നിവ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ഞെരുക്കങ്ങളും മാറും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുവാനും ജനങ്ങളുടെ ഇടയിൽ പ്രീതി വർദ്ധിക്കുവാനുമുള്ള അവസരമുണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കുക, എവിടെയും മാന്യത, സന്താന സൗഖ്യം, ജീവിത പങ്കാളിയുമായി പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുക എന്നിവയെല്ലാം വന്നു ചേരും. വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകുവാനുള്ള അനുമതി ലഭിക്കുന്നതാണ്. ചതയം നക്ഷത്ര ജാതകർ രാഹുപൂജ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. ശനിയും ചതയവും വന്നാൽ ഉപവാസം, ചതയം, തിരുവാതിര, ചോതി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരായ ആളുകൾ അല്പം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ധാരാളം സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോഴുള്ളത്.
നാളെ സൂര്യോദയത്തോടെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റമുണ്ടാകും. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുന്നതാണ്. സത്യസന്ധതയും നീതിയുക്തവുമായ സമീപനം അനുകൂലമായ വിജയത്തിന് വഴിയൊരുക്കുന്നതാണ്. തൊഴിൽ മേഖലകളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പട്ടണത്തിലേക്ക് മാറി താമസിക്കേണ്ടി വരും. നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും തിരികെ ലഭിക്കുന്നതാണ്. വാഹനം മാറ്റി വാങ്ങും. ആധ്യാത്മിക ചിന്തകളാൽ അനാവശ്യമായ ആദി ഉപേക്ഷിച്ച് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ വിജയപഥത്തിലെത്തുന്നതാണ്. വിവിധ വിജ്ഞാന ശാഖകളെ പരിചയപ്പെടുവാനുള്ള അവസരമുണ്ടാകും. സ്വയം വിലയിരുത്തുന്നതിനും ആത്മനിയന്ത്രണത്തിനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഉപരിപഠനത്തിൽ ചേരുവാൻ സാധിക്കും. ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും പ്രശസ്തിയും അംഗീകാരവും പദവിയും വന്നുചേരും. വാക്കും പ്രവൃത്തിയും പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രദമാകുന്നതാണ്. വ്യാപാര വ്യവസായ വിപണന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യം നേടുന്നതാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയുള്ള സമീപനം മൂലം ദമ്പതികൾ തമ്മിലുള്ള അകൽച്ച മാറി ഒരുമിച്ച് താമസിക്കുവാൻ കഴിയുന്നതാണ്. വിശ്വസ്ത സേവനത്തിന് അംഗീകാരവും പ്രശസ്തിപത്രവും ലഭിക്കും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ചു തുടങ്ങുന്നതാണ്. അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും സുരക്ഷിതമായ മറ്റൊന്ന് ലഭിക്കുന്നതിൽ വളരെയധികം ആശ്വാസമുണ്ടാകുന്നതാണ്. മക്കളുടെ സംരക്ഷണത്തിനും മനസമാധാനത്തിനും വഴിയൊരുക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗ മാറ്റത്തിനും ക്രമീകരിക്കുവാനോ സാധ്യതയുണ്ട്. നിലാരംബരായ ആളുകൾക്ക് അഭയം നൽകുന്നതിൽ വളരെയധികം ആത്മാഭിമാനം തോന്നും. സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി തന്നെ ചെയ്തു തീർക്കുന്നതിൽ വളരെയധികം ആത്മാഭിമാനം ഉണ്ടാകുന്നതാണ്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് യാത്രകൾ വേണ്ടിവരും. സർവർക്കും തൃപ്തിയായ നിലപാട് മൂലം മറ്റുള്ളവരുടെ ആദരം ലഭിക്കുന്നതാണ്. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അനുമോദനങ്ങൾ വന്നുചേരും. രേവതി നക്ഷത്രക്കാരായ ആളുകൾ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ കണ്ടു തൊഴുക. നിങ്ങളുടെ എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം ഒഴിഞ്ഞു മാറുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ഏറെ മനപ്രയാസമുള്ള സമയത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഉള്ളത്. നാളെ സൂര്യോദയം മുതൽ നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടവും സൗഭാഗ്യങ്ങളും വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി പത്രം ലഭിക്കുന്നതാണ്. ഭാര്യ ഭർതൃ ഐക്യം പരസ്പര വിശ്വാസവും വളരെയധികം വർദ്ധിക്കും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. വിവാഹ സമയം അനുകൂലമായി വരും. വിദ്യാ പുരോഗതി, പുതുവസ്ത്രലാഭം എന്നിവ വന്നു ചേരും. ഈ സമയം കുടുംബം വിട്ടു മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതാണ്. വിദേശവാസം, ജോലി എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നതാണ്. ഈ കാലയളവിൽ അമിതമായ ആഡംബര പ്രിയത്വം വർദ്ധിക്കും. വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാകുന്നതാണ്. വളരെ കാലമായി ജോലിയില്ലാതിരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അർഹമായ ജോലി ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ അനുമതി പത്രങ്ങളും ആനുകൂല്യങ്ങളും വന്നുചേരും. തൊഴിലിൽ വിജയവും കുടുംബസുഖവും വന്നുചേരുന്നതാണ്. വിശാഖം നക്ഷത്രക്കാരായ ആളുകൾ ഏകാദശി നോറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശ്രീകൃഷ്ണ പ്രീതി വരുന്നത് വളരെയധികം ഉത്തമമാണ്. ഈ ഏകാദശിയോടെ നിങ്ങളുടെ എല്ലാവിധ കഷ്ടകാലങ്ങളും ദുഃഖാദി ദുരിതങ്ങളുമെല്ലാം അകന്നു പോകുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്ര ജാതകരായ ആളുകൾക്ക് ജീവിതത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം ഈ ഏകാദശിയോടെ ഉണ്ടാകും. ഏകാദശി കഴിയുന്നതോടെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയുമാണ് കാത്തിരിക്കുന്നത്. തൊഴിലിൽ വിജയം, പുതിയ വസ്ത്രം, ആഭരണം എന്നിവ ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും സന്തോഷവും സമാധാനവും വന്നുചേരും. വിദ്യാവിജയം, ബുദ്ധിവർദ്ധനവ്, സ്ഥാനക്കയറ്റം, പദവിയിൽ ഉയർച്ച എന്നിവ വരുന്ന കാലമാണ്.
ജാതകത്തിൽ ബുധൻ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ശത്രുദോഷം, അപവാദം അല്ലെങ്കിൽ അന്യരുടെ കുത്തുവാക്കുകൾ എന്നിവ കേൾക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് ശത്രുക്കളുടെ മേൽ വിജയം, കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ, പുത്രഭാഗ്യം, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം എന്നിവ ലഭിക്കുന്നതാണ്. മനസ്സന്തോഷം, സമ്പത്ത് വർദ്ധിക്കുക എന്നിവയെല്ലാം വന്നു ചേരും. നിങ്ങളുടെ ബിസിനസ്സിലും തൊഴിലിലും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി വൻപൻ ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പോകുന്ന സമയം കൂടിയാണ്. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി നോക്കി സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയമ്മയെയോ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. അനിഴം, ഉത്രട്ടാതി, പൂയം നക്ഷത്ര ദിവസങ്ങൾ വരുമ്പോൾ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. കറുപ്പും നീലയും വസ്ത്രങ്ങളിൽ വളരെയധികം ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. വിചാരിച്ചിറങ്ങുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്ന അവസ്ഥ തന്നെ. ഈ ഏകാദശി കഴിയുന്നതോടെ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി അങ്ങോട്ട് നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക, കർമ്മ മേഖലയിൽ ഉന്നത പദവി അലങ്കരിക്കുവാൻ സാധിക്കുക, ശരീരസുഖം, ധനലാഭം, നവീന ഗൃഹയോഗം, സൽപുത്രയോഗം എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ വിജയം, ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി എന്നിവയുണ്ടാകും. ഭാര്യ ഭർത്തൃ സന്താന സൗഖ്യം ദൃശ്യമാകും. സർക്കാരിൽ നിന്നും ഗുണഫലങ്ങളെല്ലാം വന്നു ചേരും. തൊഴിലിൽ സ്ഥാനക്കയറ്റം, ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. വളരെ കാലമായി നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിരുന്ന അസ്ഥിരതയെല്ലാം മാറി നിങ്ങളുടെ സഹപ്രവർത്തകരുമായും മേലധികാരിയുമായും ഒത്തൊരുമിച്ച് പോകുവാൻ സാധിക്കുന്നതാണ്. ഭൂമി വർധനവ്, പ്രവർത്തന വിജയം, പ്രശസ്തി, അന്യജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ്. എവിടെയും വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സ്ത്രീകളോടൊപ്പം അടുത്ത് ഇടപഴകുവാനും അവരോടൊപ്പം ഉല്ലാസയാത്രകൾ പോകുവാനുമുള്ള അവസരം സിദ്ധിക്കും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുന്നതാണ്. കാര്യവിജയം, ധനലാഭം, വിശേഷപ്പെട്ട ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരം എന്നിവ വന്നുചേരും. സൽസന്താന ഭാഗ്യവും നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ശനിയെയും ചന്ദ്രനെയും പ്രീതിപ്പെടുത്തുക. പൂയവും ശനിയും വരുന്ന ദിവസം ശാസ്താവിന് വിശേഷാൽ പൂജ ചെയ്യിക്കുക. അരയാലിന് പ്രദക്ഷിണം വയ്ക്കുക. ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ചാലിസ ചൊല്ലുകയോ ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി കൈവരിക്കുവാൻ വളരെയധികം ഉത്തമമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഇപ്പോൾ നല്ല സമയമല്ല. പല രീതിയിലും പ്രശ്നങ്ങളും ശത്രുദോഷവുമെല്ലാം ഇവരെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവർക്ക് ഇത്തരം ദോഷങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന കാലമാണ് ഈ ഏകാദശിയോടെ വന്നു ചേരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ കാലഘട്ടമാണ്. അവിവാഹിതർക്ക് വിവാഹകാലമായിരിക്കും. സർവ്വ സൗഭാഗ്യത്തോടും കൂടി ദാമ്പത്യ ജീവിതം ലഭിക്കുന്നതാണ്. പുതിയ വീട്, വാഹനം, അലങ്കാര വസ്തുക്കളൊക്കെയും വാങ്ങുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും. നിങ്ങളുടെ മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അവരുടെ സ്നേഹവും പിന്തുണയും ലഭിക്കുന്നതാണ്. അവരുമായുള്ള ബന്ധം വളരെയധികം ശക്തിപ്പെടും. വിചാരിക്കാതെ മറ്റുള്ള ആളുകളുടെ സ്വത്തുവകകൾ കൈവശം വന്നു ചേരാം. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആഭരണ അലങ്കാര വസ്തുക്കൾ ധാരാളമായി വന്നു ചേരും. ചിലർക്ക് വിദേശത്ത് തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശ യാത്രകൾ നടത്തുവാൻ വളരെയധികം സാധ്യതയുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിക്കാതെ വരുവാൻ വളരെയധികം സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കുക. തൻഫലമായി മാനസിക വ്യഥ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ക്ഷമയോടെയും പോസിറ്റീവായി ചിന്തിച്ചും പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾ നേരിടേണ്ടതാണ്.
നിങ്ങളുടെ സഹോദരങ്ങളുമായി വിദ്വേഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹോദരങ്ങളുമായി സ്വത്ത് തർക്കങ്ങളിലൊക്കെയും രമ്യതയിൽ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതും ഐക്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നതും വളരെയധികം നല്ലതാണ്. ഈ കാലയളവിൽ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ, സുഖസൗകര്യങ്ങൾ, കുടുംബ സന്തോഷം തുടങ്ങിയവ ലഭിക്കുന്നതാണ്. ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുമ്പോൾ ജാഗ്രത പാലിക്കുകയും നിങ്ങളുടെ അഹങ്കാരം കഴിവതും ഒഴിവാക്കുകയും ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. ആയില്യം നക്ഷത്രക്കാർ നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത്. നാഗരാജാവ്, അതുമല്ലെങ്കിൽ നാഗയക്ഷി എന്നീ ദേവതകളെ വേണം നിങ്ങൾ നിത്യവും സ്മരിക്കുവാൻ. തൃക്കേട്ട, രേവതി, ആയില്യ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾ ഇനി ഇവരുടെ ജീവിതത്തിൽ ഇനിയൊന്നും അനുഭവിക്കുവാൻ ബാക്കിയില്ല എന്ന രീതിയിലാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏകാദശിയോടെ വളരെയധികം മാറ്റം വരുന്നു. നല്ല സമയം ഇവരെ തേടിയെത്തുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളാണ് ഇവരെ ഇനി തേടിയെത്തുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം, കോടതി കേസുകളിൽ വിജയം, ശത്രുനാശം എന്നിവയുണ്ടാകും. വൈകാരികമായി ഒട്ടനവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഈശ്വര വിശ്വാസം വർദ്ധിക്കുക, പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുക, അഭീഷ്ട ലാഭം, സൽസുഹൃത്തുക്കൾ മൂലം ഗുണം, പുതുവസ്ത്ര ലാഭം എന്നിവയ്ക്ക് പുറമെ ചിലർക്ക് ലോട്ടറി ഭാഗ്യവും വന്നു ചേരും. പുതിയ വീട്, ഭൂമി ലാഭം എന്നിവയുണ്ടാകുവാൻ വളരെയധികം സാധ്യതയുണ്ട്. കാലങ്ങളായി ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കെല്ലാം വളരെയധികം അയവ് അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള ആശങ്കകളെല്ലാം മാറി പുതിയ പ്രതീക്ഷകൾക്ക് വക നൽകും. ധനലാഭം, വിദേശ ജോലി, ഭക്ഷണസുഖം, ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്കിഷ്ടപ്പെട്ട പങ്കാളിയെ സ്വന്തമാക്കുവാനുള്ള അവസരം, പൂർവിക സ്വത്ത് ലഭിക്കുക, പല പ്രകാരമുള്ള ധനവരവ്, തൊഴിലിൽ ലാഭം എന്നിവയുണ്ടാകും. നിങ്ങളുടെ സന്താനങ്ങളും ഒത്തൊരുമിച്ച് ജീവിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ്. കലാകാരന്മാരായ ആളുകൾക്ക് പേരും പ്രശസ്തിയും വന്നു ചേരും. രാഷ്ട്രീയത്തിൽ ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിവാദമായ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. തിരുവാതിര, ചോതി, ചതയം നക്ഷത്ര ദിവസങ്ങളിൽ ഉറപ്പായും കാവുകളിൽ വഴിപാടുകൾ നടത്തണം. ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ കാവിൽ, അതല്ലെങ്കിൽ താമസ സ്ഥലത്തിനടുത്തുള്ള സർപ്പദൈവങ്ങൾക്ക് കഴിയുന്നതുപോലെ അഭിഷേകങ്ങൾ നടത്തുക. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നതും അർച്ചന ഹോമം കഴിക്കുന്നതും വളരെയധികം രക്ഷ നൽകുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഇതുവരെ മനപ്രയാസം നിറഞ്ഞ സമയമാണ് ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം മാറ്റം വരുന്ന സമയമാണ്. ഏകാദശിയോടെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെയധികം മാറ്റമുണ്ടാകും. നല്ല കാലം ഇവരെ തേടിയെത്തുന്നു. നിങ്ങളുടെ ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമാണിനി വന്നു ചേരുക. ലോട്ടറി സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഈ കാലയളവിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നതാണ്. കന്നി രാശിക്കാർക്ക് അനുകൂലമായ തൊഴിൽ മാറ്റം, സ്ഥാനക്കയറ്റം ഒക്കെ പ്രതീക്ഷിക്കാം. ചിങ്ങത്തിലെ ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ വിജയം, സാമ്പത്തിക ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ കന്നി രാശിയിലെ ഉത്രം നക്ഷത്രക്കാർക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ധനനഷ്ടം, കൃഷിനാശം, കടബാധ്യത, നേത്രരോഗം എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഈ കാലയളവിൽ ധാരാളം ഭൂസ്വത്തുക്കൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. മാതാപിതാക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ചിലരുടെ കുടുംബത്തിൽ അനാവശ്യമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോകുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. മനസ്സംതൃപ്തിയും കുടുംബാഭിവൃദ്ധിയും ഉണ്ടാകും. വളരെ കാലമായി സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും നടത്തിയ ആളുകൾക്ക് സന്താന സൗഭാഗ്യം സിദ്ധിക്കും. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികച്ച വിജയം ലഭിക്കും. അധ്യാപകർ, മറ്റ് സംസാര പ്രധാനമായ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റവും മറ്റ് ആനുകൂല്യങ്ങളും വന്നു ചേരും. ശരീരസുഖം, കുടുംബസൗഖ്യം, മനസമാധാനം എന്നിവ നിലനിൽക്കുന്നതാണ്. ബിസിനസ് ഉടമകൾക്ക് ലാഭമുണ്ടാക്കുവാനും നിങ്ങളുടെ സംരംഭങ്ങൾ വളർത്തുന്നതിനോടൊപ്പം വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ്.
ഉത്രം നക്ഷത്രക്കാരായ ആളുകൾ മാസത്തിലൊരിക്കൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഉത്രവും ഞായറും വരുന്ന ദിവസം ആദിത്യ ക്ഷേത്രത്തിൽ പോയാൽ വളരെയധികം ഉത്തമമാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക നക്ഷത്ര ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ കന്നി രാശിക്കാരായ ആളുകൾ ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രീതിപ്പെടുത്തേണ്ടതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.